of India. As we know that PMG has not yet entered towards the north-eastern side of India, which has got 7 states, but then this time we had an opportunity to go to Meghalaya. ഭാരതത്തിൻ്റെ മിക്കവാറുള്ള സ്ഥലങ്ങളിലൊക്കെ PMGക്ക് വേലാസ്ഥലങ്ങൾ ഇപ്പോഴത്തെ നിലയിലുണ്ട്. പക്ഷേ നോർത്ത് ഈസ്റ്റേൺ സൈഡ് 7 സ്റ്റേറ്റ്സ് അവിടെയുണ്ട്. അവിടെ നമുക്ക് വേല സ്ഥലമില്ലായിരുന്നു. പ്രാവശ്യം ദൈവത്തിൻ്റെ കരുണയാൽ ആസാമിൽ ഞങ്ങൾ ഇറങ്ങി മേഘാലയയിലേക്ക് പോയി. അവിടെ കൂട്ടായ്മകളൊക്കെ ആചരിപ്പാനിടയായി. അവിടെയുള്ളൊരു ദൈവസഭ നമ്മോടൊപ്പം ചേരാൻ താല്പര്യപ്പെട്ടു. ആൻഡ് again we have been called back to go to that place, and maybe by August we'll be going there. അവിടുന്ന് നാഗാലാൻഡിലേക്ക് പോകാൻ ദൈവം ഒരു വഴിയൊരുക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And all this I am telling only for you all to pray. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പങ്കുവെക്കുന്നത്. And exclusively Gigi Pastor said that Pastor അതും കൂടെയൊക്കെ ഒന്ന് സഭയിൽ പങ്കുവെക്കണം, for us to be knowing what is the now happening out there in North Indian part. And then we went to ബംഗാളിലും ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് വേല സ്ഥലങ്ങളുണ്ട്. അവിടെയും അത് ദൈവം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പേര് ചേരാനൊക്കെ താല്പര്യപ്പെടുന്നു. ബട്ട് ദെൻ വി ഹാവ് ഗോട്ട് റിസർവേഷൻ ബിക്കോസ് എല്ലാവരും നമുക്ക് അങ്ങനെ ചേർക്കാൻ കഴിയത്തില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജമ്മുവിൽ പോയി. ആൻഡ് 9 of the ministers in Jammu, they were very much interested to associate with us. We were just holding back. ഞങ്ങളതൊന്ന് നിർത്തി ഒന്ന് നോക്കാൻ തീരുമാനിച്ചു വന്നപ്പോഴാണ് പിന്നെ അറിഞ്ഞു ഇവർ 9 പേരും മറ്റു പലയിടങ്ങളിലൊക്കെ നിന്ന് അവർ സപ്പോർട്ട് കൈപ്പറ്റുന്നവരാണ്. അതിനോടൊപ്പം നമ്മുടെയും കൂടെ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദം. അതാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പം യു ഹാവ് ടു ബി വെരി കോഷ്യസ് വിത്ത് ദി മിനിസ്ട്രി ഔട്ട് ഇൻ നോർത്ത് ഇന്ത്യ. ഒത്തിരി പേര് സാമ്പത്തികമായിട്ടുള്ള പല വിധത്തിലുള്ള നന്മയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഇതിൻ്റെ മധ്യത്തിൽ ശരിക്കും ഡിസേൺ ചെയ്ത് നിന്നില്ല എങ്കിൽ വി വിൽ ബി ഇൻ എ ട്രാപ്പ്. അപ്പം ബൈ ഗ്രേസ് ഓഫ് God is enlarging our territory, and we are getting so many opportunities. ഒത്തിരി ഇടങ്ങളിലേക്ക് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴികളെ തുറക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കൈൻഡ്ലി uphold us in your praise. ദൈവത്തിന് സ്തോത്രം. From the word of God, what I would like to say, ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ അവിടെ കണ്ടൊരു പ്രത്യേകത ഞാൻ ഓർത്തപ്പോൾ ഞാൻ പറയാം. It was on a Monday evening that in a church which is basically a big auditorium, and that is not a church ministry. അതൊരു ചർച്ചിൻ്റെ മിനിസ്ട്രി അല്ല, but lots of youngsters. What we could see is around 120 youngsters were there. You could think over പല സ്ഥലങ്ങളിലുള്ള പല ചർച്ചിൽ കൂടുന്ന യങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ 120 പേരോളം അടങ്ങുന്ന കുഞ്ഞുങ്ങൾ അവിടെ വന്നു. ആൻഡ് ഇങ്ങനെ വർഷിപ്പ് നല്ല മനോഹരമായ നിലയിൽ പാടുന്നവരൊക്കെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൻ്റെ ഒരു പ്രത്യേകത, നന്നായിട്ട് അവർ പാട്ട് പാടും. ആരെയും ആകർഷിക്കും അവരുടെ പാട്ടുകളൊക്കെ. സോ ദേ വർ ഓൾ സിംഗിങ് ഹിംസ് ആൻഡ് മിനിസ്റ്ററിങ് അൺ ടു ദ ലോർഡ്. ഞാൻ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് യങ്സ്റ്റേഴ്സ് ദേ വർ ഫിൽഡ് ഇൻ ദ സ്പിരിറ്റ്. ഭയങ്കര ആത്മസാന്നിധ്യത്തിൻ്റെ പകർച്ചയുണ്ടായി. ആൻഡ് വി കുഡ് നോട്ട് ബി സ്റ്റോപ്പിങ് ഇറ്റ്. അതിങ്ങനെ പോവുകയാണ്. ആ കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിലായി. എനിക്കൊത്തിരി കൊതിയുണ്ടായതുകൊണ്ടാണ് ഞാനത് പങ്കുവെച്ചത്. നമ്മുടെ ഇടയിലൊക്കെ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യമൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി സോ മച്ച് ഡിഫറെൻറ്റ്. ദേ വുഡ് ബി ഇൻ ദ ലൈം ലൈറ്റ്, ദേ വുഡ് ബി ഇൻ ദ ഫോർ ഫ്രണ്ട്. നമ്മുടെ ഇടയിൽ അങ്ങനെ ദൈവം ക്രിയ ചെയ്യട്ടെ എന്ന അന്തരാത്മാവിലെ ഒരാഗ്രഹം ഞാൻ പങ്കുവെച്ചു. Now, and moreover, a place called ജോറാപേട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾ ചെന്നപ്പോഴേ രസകരമായ സംഭവം. ജോറാപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ 7 സ്റ്റേറ്റിലേക്കുമുള്ള എൻട്രിയാണ്. 7 ഭാഗത്തേക്ക് നമുക്ക് മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ത്രിപുര, ഈ ഭാഗങ്ങളിലേക്കെല്ലാം നമുക്ക് തിരിഞ്ഞു പോകാനുള്ളൊരു പെർട്ടിക്കുലർ ഗേറ്റ് വേ ആണ്. അവിടെ പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിടയാക്കി. ആ ദേശങ്ങളിലേക്കെല്ലാം ദൈവം വഴികൾ തുറക്കുന്നു. നിങ്ങൾ ഒത്തിരി പരമാർത്ഥതയോടെ നമ്മുടെ മിനിസ്ട്രി നോട്ട് ഫോർ എ നെയിം ഓഫ് അവർ ചേർച്ച് അങ്ങനെയൊന്നുമില്ല, പക്ഷെ സാധ്യതകൾ ഒത്തിരി ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ പോയി ഒന്ന് കൈകോർക്കാൻ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ആൻഡ് വി വുഡ് ബി ജസ്റ്റ് ലുക്കിംഗ് ഇൻ ടു മാത്യു ചാപ്റ്റർ 7, 13 and 14. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 13ഉം 14ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. Because narrow is the gate and difficult is the way which leads to life, and there are few who find it.
ഇത് നമുക്കറിയാവുന്ന ഭാഗമാണ്. ഒരു ഭാഗത്ത് വിശാലമായ വഴികൾ, ഇറ്റ്സ് എ ബ്രോഡ് വേ, ബ്രോഡ് ഗേറ്റ്, അത് വിശാലമാണ്. ആൻഡ് നോ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വുഡ് ലൈക്ക് ടു എൻറ്റർ ത്രൂ ദാറ്റ്. അപ്പോൾ നമ്മുടെ മുമ്പിലും വിശാലമായ വഴിയുണ്ടെങ്കിൽ നാച്ചുറലി വി വുഡ് ടെൻഡ് ടു മൂവ് ത്രൂ ദാറ്റ് പ്ലേസ്, ത്രൂ ദാറ്റ് പാത്ത്. അങ്ങനെയുള്ള വിശാലമായ വഴിയെ സംബന്ധിച്ച് യേശു കർത്താവ് പറയുക. മറ്റേ ഓൺ ദി അതർ സൈഡ് ഇറ്റ്സ് എ നാരോ വേ ആൻഡ് സ്ട്രെയിറ്റ് ഇസ് ദ ഗേറ്റ്. ഒത്തിരി ഇടുക്കമുള്ള ഞെരുക്കമുള്ള മറ്റൊരു പാത. രണ്ട് വ്യത്യസ്തതയാർന്ന ഈ പാതകളിലൂടെ നമുക്ക് സഞ്ചരിക്കണം. Now which one we would choose? അപ്പോൾ യേശു കർത്താവ് അതിനെക്കുറിച്ച് പറയുകയാണ്, many would be there who would be going through that broad way. ആ വഴികളിലൂടെ പോകുന്ന ഒത്തിരി പേര് കാണും. ബട്ട് ദി എൻഡ് ഓഫ് ദാറ്റ് ഇസ് ഡിസ്ട്രക്ഷൻ. അതിൻ്റെ അന്ത്യം എന്താ? നാശകരമാണ്. മറ്റേ ഇടുക്കമുള്ള പാതയിൽ അനേകർ പോകത്തില്ല. പക്ഷെ അവിടെ അതിൻ്റെ അന്ത്യം എവിടെയാ? നിത്യതയാണ്, ലൈഫാണ്, ഇറ്റേണൽ ലൈഫാണ്. നമ്മുടെ മുൻപിലും ഇപ്രകാരമുള്ള ചോയ്സ് ഉണ്ട്, രണ്ട് വഴികളുണ്ട്. ഐ വുഡ് ഇൻറ്റർപ്രറ്റ് ഇൻ ദിസ് വേ. വിശാലമായിട്ടുള്ള വഴി ഇറ്റ്സ് എ വേൾഡ്ലി വേ, ലോകത്തിൻ്റെ പാതയെ കാണിക്കുന്നതാണ്. ആൻഡ് സം ഹൗ ഓർ ദി അതർ നമുക്ക് ലോകത്തോട് കിടക്കുന്ന ഒത്തിരി താല്പര്യങ്ങൾ. വി ഹാവ് ദാറ്റ് ലവ് ടുവേർഡ്സ് ദിസ് വേൾഡ്. വേൾഡ് ഈസ് സോ ഹ്യൂജ്, ഹ്യൂമങ്കസ്, സോ ബിഗ്. ഒത്തിരി വിശാലമായിട്ടുള്ള ലോകത്തിൻ്റെ വഴികളാണ് അനേകര് താല്പര്യപ്പെടുന്നത്. കാരണം അവിടെ ഒത്തിരി ഇറ്റ് ഈസ് ഓപ്പർച്യൂണിസ്റ്റിക് ആണ്. യു കുഡ് സീ ഇറ്റ് സീംസ് ടു ബി ഗ്ലിറ്ററിങ്. ഒത്തിരി നമ്മളെ വലിച്ചഴയ്ക്കുന്ന ഒത്തിരി വഴികൾ അവിടെ ഉണ്ട്. ആൻഡ് അൺനോയിങ്ലി ദോ വി വുഡ് ഓൾസോ സ്റ്റെപ്പ് ഇൻ ടു ദാറ്റ് പ്ലേസ്. വിശാലമായിട്ടുള്ള ഒരു വഴി, ഇടുക്കമുള്ള മറ്റൊരു വഴി. വിച്ച് വൺ വി വുഡ് ചൂസ് എന്നുള്ളത് യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇതിനോട് ഉപമിച്ചുകൊണ്ട് ഞാൻ when I was reading 1 John chapter 2 and 15 to 17, though it is written by John, same synonymous type of thinking is there. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. Do not love the world or the things in the world. If anyone loves the world, the love of the Father is not in him. Hold on. Love not the world. No, Holy Spirit is telling, love, നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ സ്നേഹിക്കാൻ പാടില്ല. ഫോർ വാട്ട് റീസൺ? ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ലോകത്തോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ വാട്ട് ഈസ് ലാക്കിംഗ് ഇൻ us ഈസ് നോട്ട് ദ ലവ് ഓഫ് ഗോഡ്. നമുക്ക് ദൈവത്തോട് സ്നേഹമില്ല. രണ്ടും കൂടെ ഒരുമിച്ച് നീങ്ങാൻ കഴിയത്തില്ല. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞ ലോകത്തിലുള്ള ഒരു വസ്തുവും നമുക്ക് വേണ്ട എന്നോ ഒരു അർത്ഥമൊന്നും വരുന്നൊന്നുമില്ല. ഇറ്റ് ഈസ് ബേസിക്കലി ദി അറ്റാച്ച്മെന്റ് ടുവേർഡ്സ് ദിസ് വേൾഡ്. ലോകത്തോടുള്ള ഒത്തിരി കാര്യങ്ങളോട് തൽപരത വെച്ച് പുലർത്തുന്ന ഒരു അനുഭവത്തെയാണ് ഇവിടെ പരിശുദ്ധാത്മാവ് പരാമർശിക്കുന്നത്. ഒരു പ്രത്യേക അനുഭവം ഉണ്ടായത്, യെസ്റ്റർഡേ നൈറ്റ് ഐ ഹാഡ് ഗോൺ ഫോർ എ ഗ്രാജുവേഷൻ സർവീസ്. ഞാൻ അവിടെ ഇരിക്കുമ്പം അൺഎക്സ്പെക്റ്റഡ്ലി ദോ ഐ വാസ് ടോൾഡ് ടു ട്രാൻസ്ലേറ്റ് എ മെസ്സേജ് ഓഫ് ഇംഗ്ലീഷ് കപ്പിൾ. അവർ പുറത്തുനിന്ന് അമേരിക്കയിൽ നിന്ന് വന്നവരാ. അവിടെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കാതെ ചെന്നിരിക്കുന്ന സമയത്ത് എന്നോടായി പറഞ്ഞു. ഇത് പറഞ്ഞു വന്ന രസകരമായ സംഭവം, ഞാൻ ഇന്ന് ഇവിടെ തിരുവചനത്തിൽ നിന്ന് പങ്കുവെക്കുന്ന അതേ കാര്യമാണ്. ദ സെയിം തിങ് ദാറ്റ് മാൻ ഓഫ് ഗോഡ് വാസ് ഓൾസോ ഡിക്ലെയറിംഗ് ദേർ. എനിക്ക് ഒത്തിരി അത്ഭുതം തോന്നി. ദ വൺനെസ് ഓഫ് ദി സ്പിരിറ്റ്, ദ കൺഫർമേഷൻ ഓഫ് ദി സ്പിരിറ്റ്. യെസ്, ദാറ്റ് മെസ്സേജ് ഇസ് മെന്റ് ഫോർ ദ പീപ്പിൾ ഓഫ് ഗോഡ്. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വചനമാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നാം സ്നേഹിക്കാൻ പാടില്ല. അങ്ങനെ ഒരുവൻ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ എന്തില്ല? പിതാവിന്റെ സ്നേഹമില്ല. നമുക്ക് ലോകത്തോട് സ്നേഹമുണ്ടോ? വി ആർ ദെയർ ഇൻ എ ഫെലോഷിപ്പ്. നമ്മളിപ്പോൾ കൂട്ടായ്മയിൽ വന്നിരിക്കുന്നവരാ, നല്ല കാര്യമാണ്. ആഫ്റ്റർ ദിസ് വാട്ട് വി വുഡ് ബി ഡൂയിങ്? വാട്ട് ഈസ് അവർ പ്രയോറിറ്റി? നമുക്ക് എന്തായിരിക്കും പ്രാമുഖ്യമുള്ളത്? ആൻഡ് വാട്ട് വി കുഡ് സീ, ഐ യൂസ് ടു റിമെമ്പർ വെൻ വി വർ ഇൻ ദുബായിൽ ഞങ്ങളുള്ള സമയത്ത് ചർച്ച് കഴിഞ്ഞ് പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ ചർച്ചിനകത്ത് ഭയങ്കര പവർഫുൾ ആരാധന. ഇങ്ങനൊന്നുമല്ല. പീപ്പിൾ ആർ ഇൻ സ്പിരിറ്റ്. മൊത്തം സ്പിരിറ്റിലാണ്. ദാറ്റ് ഈസ് വെരി ഗുഡ്. ദാറ്റ് ഷുഡ് ബി ദെയർ ഇൻ അവർ ചർച്ച്. ബട്ട് ദെൻ ജസ്റ്റ് ആഫ്റ്റർ ഇത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പിന്നുള്ള സംസാരം മൊത്തം നിൽക്കുന്നത് ലോകത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഐ വുഡ് ബി സർപ്രൈസ്ഡ്. നമുക്ക് ഏത് മദ്യപാനിയെ നോക്കുകയാണെങ്കിലും അവർ മദ്യപിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമെങ്കിലും അതിൻ്റെ ഹാങ് ഓവർ കാണും. നമുക്ക് പലപ്പോഴും ഇത് കഴിഞ്ഞൊരു ഹാങ് ഓവർ പോലും ഇല്ലാത്തതുപോലെ വി വുഡ് ബി ജസ്റ്റ് ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ്. നമ്മുടെ വഴികൾ ഏതോ മാറിപ്പോയി. ദൈവം എന്ന് പറഞ്ഞൊരു അംശം പോലും ഇല്ലാത്ത ഒരളവിലേക്ക് നമ്മളിലൊരു മാറ്റം വരുന്നു. അങ്ങനെ ശരിക്കും വരുന്നുണ്ടെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് ഷോ? We can't be like entering a church, entering a meeting somewhere
we are involved in a meeting, we are very much, devout. ഒത്തിരി ആരാധനയുണ്ട്, കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഇറ്റ്സ് എ ചോയ്സ്. നമുക്ക് ലോകത്തോട് ഏതെങ്കിലും വിധത്തിലൊരു താല്പര്യം നമ്മുടെ ഉള്ളിൽ ഏത് വിഷയമായിക്കോട്ടെ, ലെറ്റ് മീ ടെൽ യു, ഈ ലോകത്തിൽ നമുക്ക് പലതുമൊക്കെ ഉണ്ടായേക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നോട്ട് മച്ച് മോർ ദാൻ ദാറ്റ്. അതിനപ്പുറമായിട്ട് ഇതിനെ വലുതായിട്ടൊന്നും വീക്ഷിക്കരുത്. അവിടെ കൊണ്ട് നിൽക്കണം. ആഫ്റ്റർ ദാറ്റ് വി ഷുഡ് ബി ഡിറ്റാച്ച്ഡ് ഫ്രം ദിസ് തിങ്സ്. ഒത്തിരി പേരെ സംബന്ധിച്ച് അവരോട് ചോദിക്കുകയാണെങ്കിൽ അവരുടെ താല്പര്യം നിൽക്കുന്നത് അവരുടെ തലമുറകളാകാം. ഇറ്റ് കുഡ് ബി their possession, somehow to hold on to their possession. I was just hearing from Pradeep the other day. Pradeep ഹൈദരാബാദിലുണ്ടല്ലോ. ഹൈദരാബാദിൽ പെട്രോൾ പമ്പുകളിലൊക്കെ ക്യൂ ആണ്. ബിക്കോസ് ദ പീപ്പിൾ ആർ ഹോർഡിങ് ദി ഫ്യൂൽ. അവർ ഹോർഡ് ചെയ്ത് വെക്കുക. അവർക്കൊരു ഭയമാണ്, നാളുകൾ പെട്രോൾ കിട്ടാതെ പോയാൽ, ആർക്ക് കിട്ടിയില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് 10-50 ലിറ്ററൊക്കെ ഞങ്ങൾ സ്വരൂപിച്ചു വെച്ച് ഞങ്ങളെ തന്നെ സംരക്ഷിക്കുക. ഇതൊക്കെ ലോകത്തോട് ഉള്ള ഒരു ബന്ധത്തെ കാണിക്കുന്നതല്ലയോ? ഏതെങ്കിലും വിധത്തിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആകണം. വി ആർ നോട്ട് അവെയർ ഓർ വി ആർ നോട്ട് വെരി മച്ച് ഇൻട്രസ്റ്റഡ് അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ച് വലിയ ധാരണയോ താല്പര്യങ്ങളോ ഇല്ലാത്തൊരു അനുഭവം. മൈ ഡിയർ വൺസ്, വി കാൺ ബി ലൈക്ക് ദാറ്റ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ഇവിടുത്തെ പെട്രോൾ പമ്പുകളൊക്കെ പൊതുവെ ഡ്രൈ ആണ്. അങ്ങനൊന്നും ഒത്തിരി തിരക്ക് കാണാനില്ല. താങ്ക്സ് ഫോർ ദി പീപ്പിൾ ഇൻ കേരള. നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്തെ ഒരു ചിന്തയുള്ളത് കൊണ്ടാകാം ഇവിടെ അങ്ങനെ വരുന്നില്ല. മറ്റുള്ളവരെ സംബന്ധിച്ച് ഒത്തിരി തത്രപ്പെടുകയാണ്, ഓടുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ഇവിടെ ലോകത്തിൽ പലതുമൊക്കെ നിലനിർത്തണം, അത് സ്വരൂപിക്കണം എന്നൊരാഗ്രഹമാണ് ഉള്ളിലായി കിടക്കുന്നത്. ബട്ട് there is a choice with us. What does the next verse say? 16th verse. For all that is in the world, the lust of the flesh, the lust of the eyes, and the pride of life, is not of the Father, but is of the world. Jadamoham. What is of the world? That's the definition of that. Jadamoham, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. Very often we have got eyes. ഇത് പലതുമൊക്കെ കാണുമ്പം ഭയങ്കര ആഗ്രഹം നമുക്ക് അതിനോടങ്ങുണ്ടാകും. And you look into, we have got lust of the flesh. ജഡത്തിന് ഭയങ്കര മോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ മോഹത്തെ എങ്ങനെയെങ്കിലും സ്വായത്തമാക്കാൻ വേണ്ടി ഏത് വഴികളിലൂടെ നാം പോകും. ഇങ്ങനൊരു ഒരു ഇടത്താണ് നാം ഒക്കെ വർദ്ധിക്കുന്നത്. ആൻഡ് ലെറ്റ് മീ ടെൽ യു, പ്രൈഡ് ഓഫ് ലൈഫ്, ഈ ജീവനത്തിന്റെ പ്രതാപം ഇതൊത്തിരി പേരിൽ കാണാൻ കഴിയും. അവർ നമ്മളെ തന്നെ നമ്മൾ നിർത്തിയിരിക്കുന്ന ഒരു പദവിയുണ്ട്. ഈ പദവിക്കൊത്തവണ്ണം നമുക്ക് അംഗീകാരം കിട്ടുന്നില്ല, മാന്യത കിട്ടുന്നില്ല, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നില്ല എങ്കിൽ രസകരമാണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. വി വുഡ് ബി വെരി മച്ച് ഹംബിൾ ഇൻ ദ സൈറ്റ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർ തമ്മിൽ ഒത്തിരി താഴ്മയൊക്കെ ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ ഒരുവനെ ഒന്ന് അവഗണിച്ച് കഴിയുമ്പോൾ അറിയാം തൻ്റെ ശരിക്കുമുള്ള നിലവാരം എവിടെയാണെന്നുള്ളത്. മൈ ഡിയർ വൺസ്, ഡു വി ഹാവ് ദിസ് പ്രൈഡ് ഓഫ് ലൈഫ്? എവിടെങ്കിലും അങ്ങനത്തെ ഒരു ഭാവമൊക്കെ ഉണ്ടോ? നമ്മൾ ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ ഞാനൊരു ദൈവത്തിൻ്റെ ദാസനാണ്, എനിക്ക് ലഭ്യമാകേണ്ട ഒത്തിരി അംഗീകാരങ്ങളുണ്ട്, അത്തരത്തിലൊരു മാന്യത എനിക്ക് ലഭിക്കാതെ വന്നാൽ അതിനോടുള്ള എൻ്റെ സമീപനം എങ്ങനെയായിരിക്കും? Hallelujah. Let me tell you, the other day we met a person and he claims himself to be apostle. താൻ അപ്പോസ്റ്റൽ എന്നാണ് തന്നെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എനിക്ക് വലിയ രസമായിട്ട് തോന്നി. And somewhere he has got a confirmation from a servant of God from outside who said, yes, you have got an apostolic call. എന്നൊക്കെയുള്ള കോളിനെ കുറിച്ച് പറഞ്ഞപ്പം തൻ്റെ പേരിനോടൊപ്പം താൻ എന്തോ ചേർത്തു? അപ്പോസ്റ്റൽ എന്ന് ചേർത്തു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരാളെ ടീച്ചർ, പഠിപ്പിക്കാനുള്ള വിശേഷ കൃപ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പേരിനൂടെ എന്തോ ചേർക്കണം? ടീച്ചർ സോ ആൻഡ് സോ. അങ്ങനെ നമ്മൾ ചേർക്കാറില്ല. നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ദാസന്മാർ, all of us in common, we are known as ministers of God. And minister എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള അർത്ഥം എന്താ? servant of God ആണ്. servant എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള അർത്ഥം എന്താ? ദാസരാണ്. സത്യമല്ലേ? അപ്പൊ ദാസർ എന്ന് പറയുമ്പോൾ പോലും അനുഗ്രഹിക്കപ്പെട്ട വലിയ ദൈവത്തിന്റെ ദാസൻ എന്നൊക്കെ പറയുമ്പോൾ ഏതോ ഭയങ്കര ഉയർച്ചയിലേക്ക്. ഇത് പ്രൈഡ് ഓഫ് ലൈഫിനെ കുറിച്ച് ഞാനൊന്ന് വിവരിക്കുകയാണ്. വി ഷുഡന്റ് ബി ഹാവിങ് ദിസ് ടൈപ്പ് ഓഫ് തിങ്കിങ് ആൻഡ് ഫീലിംഗ്. ഇതിനകത്ത് എന്തുവാ പ്രസക്തിയുള്ളത്? God has given us a call. ദൈവത്തിന് സ്തോത്രം ചെയ്യാം, വിധേയപ്പെടുക എന്നല്ലാതെ അതിനപ്പുറം ഇതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ട ശരിക്കുമുള്ള കാര്യമുണ്ടോ? Look into it. Love of the world. I was just reading about Judas Iscariot. ഇസ്കറിയോത്ത് യൂദായെ കുറിച്ച് നമുക്കറിയാം. What had happened with him? Even when he is so called a disciple, യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കെ, യേശുവിനോടൊപ്പം സഞ്ചരിച്ചിരിക്കെ, എത്രയോ ലാവണ്യ വാക്കുകൾ നാഥനിൽ നിന്ന് കേൾക്കുന്ന, എത്രയോ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ള മനുഷ്യനായിരിക്കെ
യേശുവിനോടൊപ്പം നിൽക്കെ. സർവജ്ഞാനിയാണെന്ന് തന്റെ അന്തർഭാഗത്ത് എവിടെയോ വെളിച്ചം കണ്ടേക്കാം. ഇതുണ്ടായിരിക്കെ what did he do? What he used to be. തന്നെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് he was a thief എന്നാ പറയുന്നത്. അവനാരാ? കള്ളനായിരുന്നു. അവന് കിട്ടുന്ന പൈസ he was a treasurer. ട്രഷറർ ആയിരിക്കുമ്പോൾ കിട്ടുന്ന പൈസ എല്ലാം മോഷ്ടിക്കുന്ന ഒരു പതിവ് തനിക്കുണ്ടായിരുന്നു. നോക്കിക്കോ, though he was a disciple of Jesus Christ. അപ്പോൾ യേശുവിൻ്റെ അനുഗാമികളായതുകൊണ്ടോ ക്രിസ്തീയ പശ്ചാത്തലമുള്ളത് കൊണ്ടോ കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് കൊണ്ടോ ഒന്നും ലോകസ്നേഹം പോകത്തൊന്നുമില്ല. താൻ എന്തിനു വേണ്ടിയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്? ഇനി രസകരമായ സംഭവം ഒന്ന് ഞങ്ങളിൽ കുറച്ചു പേർക്ക് അറിയാമായിരിക്കും. യേശു ക്രിസ്തുവിനെ താൻ വിറ്റത് എത്രന് വേണ്ടിയാണ്? എന്തിനു വേണ്ടി, എത്രന് വേണ്ടിയാണ് താൻ വിറ്റത്? 30 വെള്ളിക്കാശ്. You should be knowing that in the Old Testament times slaves ആരാ? അടിമകളുടെ ശരിക്കുമുള്ള വിലയാണ് 30 വെള്ളിക്കാശ്. ഇത്രയും വലിയവനായ യേശു കർത്താവിനെ നോക്കിക്കോ, താൻ എത്ര വെറും ഒരു അടിമയുടെ വില മാത്രമേ കൽപ്പിച്ചിരുന്നുള്ളൂ. Why? For the reason of his love for money. ലവ് ഫോർ മണിയെ കുറിച്ച് യേശു കർത്താവ് പറയുന്നല്ലോ, യു കനോട്ട് ബി സെർവിങ് 2 masters at a time. ഒരു സൈഡ് ഗോഡ് ഉണ്ട്, ദി അതർ സൈഡ് ഇസ് മേമൻ. മേമൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ മാമോൻ എന്ന് പറയുന്നത് ശരിക്കും ഗോഡ് ഓഫ് വെൽത്ത് ആണ്. ഈ സമ്പത്തിന്റെ ദേവനാണ്. അതിനെ നിങ്ങൾക്ക് രണ്ടിനെയും കൂടെ ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ല. അറിയാതെ നമ്മുടെ സമൃദ്ധി, നമ്മുടെ വർധനവിന് നമുക്ക് ഒത്തിരി താല്പര്യം എവിടേക്കോ കിടക്കും. ലെറ്റ് മീ ടെൽ യു, വെരി ഫ്യൂ വുഡ് ബി ദേർ ഹു ആർ റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് എവർ ദേ ഹാവ്. മതി കർത്താവേ, ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത് ഈവൻ ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിൽ പോലും വെരി ഫ്യൂ വുഡ് ബി ദേർ. ഇറ്റ്സ് എ ഫാക്ട്. We might be thinking, no, we are of not that way. അങ്ങനെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ എങ്കിലും സാമ്പത്തിക വിഷയങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കും. എന്തുകൊണ്ടാണ്? നമ്മളെക്കാളും ഞെരുക്കത്തിൽ കഴിയുന്ന I can bring of lots of presentation about those people who doesn't have anything. ഒന്നുമില്ലാത്തവരാ. പക്ഷേ ഞാനൊരു വീഡിയോ ക്ലിപ്പ് അയച്ചു. ഈ ക്ലിപ്പ് അയച്ചത് അവിടുത്തെ വലിയ ശുശ്രൂഷ കാണിക്കാനൊന്നുമല്ലേ, അവിടുത്തെ ജനത്തെ ഒന്ന് അറിയാൻ വേണ്ടിയാ. എളിയവരാ, വേറും പാവങ്ങളാണ്. പക്ഷേ you could have seen, they are dancing in spirit. ഇത് അകത്തു വരുമ്പോഴേ ഈ ഒരു ഔന്നിത്യത്തിൽ അവർ നിൽക്കുന്ന, പുറത്തേക്ക് പോയി കഴിയുമ്പം അവർക്ക് എനിക്ക് അറിയത്തില്ല അന്നത്തെ ദിവസം ഇവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് if they go back, they do have anything to eat or not, we don't know. അത്രയും എളിയവരാണ് അവരൊക്കെ. പക്ഷെ ഭയങ്കര സംതൃപ്തരാണ്. കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ those 120 people or 130 people out there, 180 people were there. ഈ 180 പേരും യേശുവിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് പറയാൻ താല്പര്യമുള്ളവർ അവരൊക്കെ. ഇതാണ് ശരിക്കും നമ്മളിൽ ഉണ്ടാകേണ്ടത്. ആർ വി സാറ്റിസ്ഫൈഡ്? നമുക്ക് ശരിക്കും ലോകസ്നേഹമുണ്ടോ? കണ്ണുകൾക്കുള്ള മോഹം, ജഡത്തിൻ്റെ മോഹം, ജീവനത്തിൻ്റെ പ്രതാപം. വാട്ട് കുഡ് ബി സീൻ വെരി മച്ച് amongst us is ഈഗോയാണ്. ഞാൻ മാറി നിന്നുകൊണ്ട് നോക്കിയപ്പോൾ ഒരു കാര്യം, ഈഗോ ഭയങ്കരമാണ് നമ്മളിൽ. തുറന്ന് ഞാനങ്ങ് പറയുകയാണ്, ഈഗോയിസ്റ്റിക്കാണ്. അതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭാവം മാറും. ബാക്കിയെല്ലാം ഇറ്റ് ഇസ് ഗുഡ്. And it is very much there. Let me tell you, as a servant of God, when I stand here, I am a representative of the kingdom of God. ഞാൻ ഒന്നും മറച്ചു വെക്കാതെ ഒരാളിനെ പോലും പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടല്ല പറയുന്നത്. On a general terms, what I have noted is that very few are there who are really humble in the sight of God. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ശരിക്കും താഴ്മയുള്ളവർ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എവിടെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പം അവർ പ്രകടമായിട്ടൊക്കെ വരും. If it is haunting you, if it is touching you, if it is somewhere talking to you, എവിടെങ്കിലുമൊക്കെ മാറി നിന്നുകൊണ്ട് ചിന്തിക്കണം, എൻ്റെ അപ്പാ സത്യമല്ലയോ എന്നോടായിട്ട് ജോയ്സ് ഒരു വാക്ക് പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി തോന്നിയില്ലെങ്കിൽ എൻ്റെ ശരിക്കുമുള്ള റെസ്പോൺസ് ആണ് എന്നെ കാണിക്കുന്നത്. I might be very much godly out here in the church, പക്ഷെ ഇവിടുന്നൊക്കെ മാറി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ പ്രതികരണം ഉണ്ടല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള എൻ്റെ ഇടപെടലിലാണ് ശരിക്കും എന്നെ പ്രകടമാക്കുന്നത്. My dear ones, let us not be a hypocrite. ഹിപ്പോക്രസിയിലൊന്നും നിൽക്കരുത്. ഇവിടെ നമ്മൾ ഒത്തിരി നന്നായിട്ടൊക്കെ ഇടപെട്ടിട്ട് when we go out, we have a distinctive nature in us. ഇതൊക്കെ വെക്കാതെ be open, whatever we are, let it be that way. എന്നിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ എൻ്റെ അപ്പ എന്നെ ഒന്ന് പണിയണമേ, എന്നെ ഒന്ന് മെനഞ്ഞെടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ I tell you, God is very much interested to hear that prayer. അത് നമ്മളെ കൊണ്ട് പറയാൻ കഴിയണമേ. Somewhere or the other. And let me tell you, my dear ones, as a servant, നമ്മുടെ ഒത്തിരി ലൈഫിലെ ആത്മിക ഉയർച്ചയ്ക്കും ഭൗമിക വിടുതലിനും ശാരീരികമായിട്ടുള്ള ഉദ്ധാരണത്തിനും
എല്ലാം ഇറ്റ് ഇസ് എ ബ്ലോക്കേഡ്. ഇറ്റ് ഇസ് എ ബ്ലോക്കേഡ്. നമ്മളെവിടെയോ സങ്കീർത്തനം ഇവിടെ ഒന്ന് പരാമർശിച്ചു പോയപ്പോഴേ ഒന്ന് പറഞ്ഞ, അതായത് നമുക്ക് വിനയത്തോടെ, താഴ്മയോടെ, കണ്ണുനീരോടെ, ഹൃദയനുറുക്കത്തോടെ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ശരിക്കും ഉദ്ധാരണം അടങ്ങിയിട്ടുള്ളത്. ബട്ട് വെരി ഓഫൺ വി ഡോണ്ട് നോ മൂവ് ഇൻ ദാറ്റ് ഡിറക്ഷൻ. നമ്മൾ ആ ഡയറക്ഷനിലേക്ക് പൊതുവെ പോകാറില്ല. ജൂഡസ്, he was with Jesus Christ. 1-2 മാസമൊന്നുമല്ല, more than 3 years he was with Jesus Christ. അറിയാത്തവനൊന്നുമല്ല, ഇത് അറിഞ്ഞിരിക്കുക ഒരു മാറ്റവുമില്ല, ഒരു മാനസാന്തരവുമില്ല ഒരിക്കലും. അവസാന സമയം വന്നപ്പോഴേ എവിടെയോ തനിക്ക് അങ്ങ് തോന്നിപ്പോയത്, ആ സമയത്ത് ആ 30 വെള്ളിക്കാശ് എടുത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ട് താൻ വരാമായിരുന്നു യേശുവിൻ്റെ പാദത്തിങ്കിൽ, വരാതെ എവിടെയോ താൻ പോയി സൂയിസൈഡ് ചെയ്യുവാനിടയായി. നമുക്ക് നമ്മുടെ ഏത് അവസ്ഥയിലും യേശുവിൻ്റെ അടുക്കൽ ചെല്ലാൻ കഴിയുമേ? രസകരമായ അനുഭവമാണ്. വാട്ട് എവർ വി ആർ, അതവസ്ഥയിൽ എൻ്റെ അപ്പ എന്നോട് ദയ കാണിക്കണമേ പിതാവേ, അങ്ങ് ഇച്ഛിക്കും പോലൊന്നും എന്നെ കൊണ്ടാകാൻ കഴിയുന്നില്ല. ഇഫ് യു ആർ പ്രേയിങ് ഇൻ ദാറ്റ് മാനർ, ലെറ്റ് മീ ടെൽ യു, കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് വെരി ഓഫൻ വി ഡോണ്ട് ഡു. ദേമാസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് തിമോത്തി. ഹിസ് നെയിം ഇസ് ദേമസ്. തന്നെക്കുറിച്ച് പോൾ പറയുകയാണ്, എനിക്ക് ഒത്തിരി പ്രയോജനമുള്ള ഒരു ദാസനായിരുന്നു ഒരു സമയത്ത്, പക്ഷെ ഇപ്പം എന്തോ പറ്റി, അവൻ ലോകത്തെ സ്നേഹിച്ച്. See, even when he was a missionary along with Apostle Paul, ഇത്രയും വലിയ നിലവാരത്തിൽ നിന്നിരുന്ന ഒരു മനുഷ്യന് എവിടെയോ ചെന്നപ്പം ചോയ്സ് വന്നു. ഒന്ന് ലോകം വന്നു, മറ്റൊന്ന് മിഷൻ യാത്ര വന്നു, സുവിശേഷ വേല വന്നു, കർത്താവിനെ സേവിക്കുന്നത് വന്നപ്പോൾ താൻ തിരഞ്ഞെടുത്തത് ഏതാ? ലോകത്തെ തിരഞ്ഞെടുത്തു. തൻ്റെ അന്ത്യത്തെക്കുറിച്ചൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ഉറപ്പായിട്ട് ലോകത്തെ അങ്ങനെ തിരഞ്ഞെടുത്ത് പോയി കഴിഞ്ഞാൽ നാശത്തിലേക്ക് പോകും. മൈ ഡിയർ വൺസ്, നമ്മൾ ആരെയാ ശരിക്കും സ്നേഹിക്കുന്നത്? കർത്താവിനെ ആണോ? ആർ വി റിയലി ലവിങ് അവർ ലോഡ്? എത്രയോ പേരെക്കുറിച്ച് ഐ ഹാവ് റിട്ടൺ സോ മെനി എക്സാമ്പിൾസ്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 14 വേഴ്സ് 33. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും, ഐ ഹാവ് ഗോട്ട് മെനി തിങ്സ് ഓഫ് മൈ ഓൺ, എനിക്ക് തന്നെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്കുണ്ട്, ഇത് വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യൻ. സാധാരണ നിലയിലുള്ള വിശ്വാസിയായിട്ടൊക്കെ നമുക്കിരിക്കാം, പക്ഷെ വിശ്വാസി എന്നുള്ള നിലയിൽ ആരെയും കർത്താവ് വിളിച്ചിട്ടില്ല. നമ്മളെ ആരാക്കാനാ? ശിഷ്യരാക്കാനാ കർത്താവ് വിളിച്ചത്. ആ നിലവാരത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി സാക്രിഫിഷ്യലായേ പറ്റൂ. ചില കംഫർട്ടുകളൊക്കെ വെടിയേണ്ടി വരും, ചില നമ്മുടെ താല്പര്യങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടും. കർത്താവിൻ്റെ പണി പിന്നെ ഡിഫറൻ്റ് ആകും. ആർ വി റെഡി ഫോർ ദാറ്റ്? നമുക്ക് നമ്മുടെ കംഫർട്ട് വിടാൻ എത്ര ബുദ്ധിമുട്ടല്ലേ? ക്യാൻ വി ഡിനൈ ഇറ്റ്? നോ. നമുക്ക് ലഭ്യമായൊരു ഒരു ഇടമുണ്ട്, അതിൽ നിന്ന് താഴേക്ക് വരാൻ ഇറ്റ് ഇസ് ബിഗ് സ്ട്രഗിൾ. വി ഓൾ വുഡ് ലവ് ടു ഗോ അപ്പർ ആൻഡ് അപ്പർ, പ്രാപിച്ച് ഉയരത്തിലേക്ക്. നോ, അങ്ങനെ പോകാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ നിത്യതയുടെ അനുഭവമില്ലാതെ, ആ വിധത്തിലുള്ള തിരുവചനമില്ലാതെ ആശ്വാസമൊക്കെ നമുക്ക് വേണ്ടതാണ്, ഉദ്ധാരണം നമുക്ക് വേണ്ടതാണ്, വിടുതൽ നമുക്ക് ന്യായമായിട്ട് വേണ്ടതാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ നിത്യതയിലേക്ക് എത്തിക്കുന്നൊരു ഭാഗമല്ല എങ്കിൽ ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. നമുക്ക് അവിടെ എത്തണം എങ്ങനെങ്കിലുമൊക്കെ. അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ത്യജിക്കണം. എൻ്റെ വ്യക്തിത്വം ഉടയണം. അതല്ലേ യേശുനാഥൻ പറഞ്ഞത് തൻ്റെ മരണത്തോടനുബന്ധിച്ച്? വാട്ട് ഡിഡ് ഹി സേ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനികേയിരിക്കും, ഒറ്റയ്ക്കിരിക്കും. ചത്തുവെങ്കിലും എന്തുണ്ടാകും? ചാകണം. എ പേഴ്സണാലിറ്റി ഹാസ് ടു ഡൈ. പേഴ്സണാലിറ്റി എങ്ങനെ ഡൈ ആകുന്നത്? ഐ ടെൽ യു ദിസ് വേ. ഐ ആം പ്രീച്ചിങ് ഹിയർ. ഞാനിവിടെ ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന വേളയിൽ ആരെങ്കിലും ഒരാളെ എനിക്ക് എതിരായിട്ട് നിന്ന് പിറുപിറുക്കുന്നു എന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ അസ്വസ്ഥനാകും. ആൻഡ് ഐ വുഡ് ബി ലുക്കിംഗ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. ഞാൻ എൻ്റെ ജീവിത അനുഭവമാണ് പങ്കുവെക്കുന്നത്. ഐ വാസ് ദർ ഇൻ മൈ ഓൺ ടൗൺ ചർച്ച്, ഹോം ടൗൺ ചർച്ച്. എൻ്റെ സ്വന്തം സ്ഥലമാണ്, ഞാൻ അവിടെ വളർന്നതാണ്. അവിടുത്തെ ചർച്ചിൽ ഇതുപോലെ ഞാൻ ശുശ്രൂഷിക്കുന്ന വേളയിൽ പുറകിലൊരു സിസ്റ്റർ പിറുപിറുക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി എന്നെ പ്രതിയാണ്. ഐ ആസ്ക്ഡ് ഹർ പേഴ്സണലി, സിസ്റ്റർ
എന്നോട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഷീ സ്റ്റുഡ് അപ്പ്, ഷീ സെഡ് യെസ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. തിങ്ക് ഓവർ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ എന്തോ ചെയ്യും നമ്മൾ? ഷീ സ്റ്റുഡ് അപ്പ് ഇൻ മൈ ഓൺ പ്ലേസ്. എൻ്റെ സ്വന്തം സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറയുക. ഷീ സ്റ്റുഡ് അപ്പ് ആൻഡ് ഷീ സെഡ് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ശുശ്രൂഷിപ്പാൻ ഒരു യോഗ്യതയില്ല. ഇറ്റ് ഹാഡ് ഹാപ്പൻഡ് വിത്ത് മീ 7-8 years back. ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ നിർത്തി. How can I preach? The local pastor, he stood up. He said, sister, sit there. അവിടെ ഇരിക്കുക. മലയാളമാണ്. അവിടെ ഇരിക്കുക. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച മറ്റൊരു വിഷയത്തിനായി ഇവിടെ പ്രശ്നമുണ്ടാക്കി. എപ്പോഴും ഇതേ ഉള്ളൂ. അവിടെ ഇരിക്കുക. തിങ്ക് ഓവർ. ഒരു ചർച്ചാണ്. ഇതെല്ലാം ഒരു വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. And he said, servant of God said, he's the pastor of the church. അദ്ദേഹം എന്നോട് പറഞ്ഞു, ദേവദാസനെ ശുശ്രൂഷിക്കാൻ പറഞ്ഞു. ഒത്തിരി ആൾക്കാർ പറഞ്ഞു, ഷിബു പാസ്റ്റർ, ഷിബു, they call me in different names. ശുശ്രൂഷിക്കാൻ പറഞ്ഞു. I got up. But I could not. I cried. കർത്താവ്, ഇത് അങ്ങയുടെ സഭയാ. നാഥ, ഈ സഭയ്ക്കകത്ത് അങ്ങനെ ഒരു കലക്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞാനും കൂടെ പ്രതിയായി നിൽക്കുമ്പോൾ I do understand it hurts you, Lord. It hurts you. അത് പറ്റത്തില്ല. I would not allow that. ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ഇരുന്നു. I could not go forward. ഒത്തിരി പേരിരുന്ന് കരയാൻ തുടങ്ങി. See, think over what the man of God can do. അത് എന്തു ചെയ്യും? Somehow the time went to 1 o'clock. 1 മണിയായി. സഭായോഗം നിർത്തി. പലരും എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഓർമ്മയിലൊന്നുമില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഷീ മൈറ്റ് ഹാവ് ഗോട്ട് എനി. ഞാൻ അവിടെ ഇല്ല. ഐ എം ഇൻ കൊച്ചി. ഞാൻ ദേശത്ത് പോലുമില്ല. തൻ്റെ 2 കുഞ്ഞുങ്ങളെ പഠിക്കാൻ MBBS-നും BDS-നും പഠിക്കാൻ പോകുമ്പോൾ ഐ റിമെമ്പർ ഐ ഹാവ് ഗോൺ ദെയർ, ഐ ഹാവ് പ്രേയ്ഡ് ഫോർ ദ ചിൽഡ്രൻ. പിന്നെ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ഐ ഡോണ്ട് നോ. എവിടെയോ തനിക്ക് കിട്ടിയ ഒരു വിഷയത്തിന് പുറത്ത് തിങ്ക് ഓവർ. ഷീസ് എ വുമൻ. ആൾക്കാരുടെ ഇടയിൽ എന്തൊക്കെ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോ പീപ്പിൾ നോ മീ. ഞാൻ അവിടെ നിന്ന് പോയി. മെനി പീപ്പിൾ ട്രൈ ടു കോൾ മീ ആൻഡ് എൻക്വയർ അബൌട്ട് ഇറ്റ്. ഐ സെഡ് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേ. ഐ ലെഫ്റ്റ് ഇറ്റ്. ഒത്തിരി വർഷങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ സോ മെനി തിങ്സ് ഹാപ്പൺ. ഷീ കോൾഡ് മീ. ഷീ സെഡ് സോറി. ഹെർ സിസ്റ്റേഴ്സ് കോൾഡ് മീ. സോറി. ഹെർ uncle who's a pastor, he called. Everyone called. We are sorry about the incident. I don't have any problem. ഞാൻ പറഞ്ഞത്, see, it's a matter of pride ആണ്. ഞാൻ ഈഗോയിസ്റ്റിക് ആണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒത്തിരി പേരെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഉടയണം. വി ഹാവ് ടു ബ്രേക്ക്. നമ്മളെ ശരിക്കും കർത്താവ് ഉടയ്ക്കാൻ വേണ്ടി ഒരിടം കൊടുക്കണം. ഐ ടെൽ യു, അങ്ങനെ ശരിക്കും ഉടച്ചിലുണ്ടായാൽ ഭയങ്കരമായിട്ട് നമ്മളിൽ ഫലമുണ്ടാകും. അത് പിന്നെ നമ്മളെക്കുറിച്ച് ഒത്തിരി പറയൊന്നും വേണ്ട, ഒത്തിരി വിവരിക്കൊന്നും വേണ്ട. ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ സ്റ്റാർട്ട് ബ്ലോസമിങ്. പുറത്തേക്ക് വരും. ഉടയാൻ താല്പര്യമുണ്ടോ? ആർ വി റെഡി ഫോർ ദാറ്റ്? വി ഓൾ വുഡ് ലവ് ടു ബ്ലോസം, ഫ്ലറിഷ്. വളർച്ചയുണ്ടാകാനല്ലേ, അംഗീകാരം ലഭിക്കാനൊക്കെ ഇല്ലയോ നമുക്ക് താല്പര്യമുള്ളത്? നമ്മൾ ചെയ്ത ഏതെങ്കിലും വിഷയത്തിൻ്റെ പുറത്ത് നമ്മളെ ആരും അംഗീകരിക്കുന്നില്ലെങ്കിൽ, ഐ റിമെമ്പർ when I was in Adur, I met a sister. She left a particular church for the reason that her daughter, when she got admission for MBBS in government quota-യിലാണ്, പൈസ കൊടുത്തല്ല, MBBS-ൻ്റെ അഡ്മിഷൻ കിട്ടിയപ്പം സഭ അതിനെ അക്നോളജ് ചെയ്തില്ല. സഭ എഴുന്നേറ്റ് എല്ലാവരും, നമ്മുടെ ഇടയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ പൈതലുണ്ട്, പൈതലിന് MBBS-ന് കിട്ടി എന്നൊക്കെ പറഞ്ഞ് തന്നെ ഒന്ന് പ്രകീർത്തിച്ചില്ല എന്നൊറ്റ കാരണത്താൽ ഇതിനു മുമ്പേ സഭയെ മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വൺസ് they get it, ഇതൊക്കെ അങ്ങ് മറന്നിട്ട് പിന്നെ അവരിലേക്കാകണം ഈ പ്രകീർത്തനമൊക്കെ പോകാൻ. ഇതാ ഈഗോ എന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ലേ. നമ്മളെ ആരെങ്കിലും അംഗീകരിച്ചാൽ എന്താ, അംഗീകരിച്ചില്ലെങ്കിൽ എന്താ? വാട്ട് വി ഷുഡ് ബി ഹാവിങ് ഇൻ അവർ മൈൻഡ് ഇസ്, എൻ്റെ ദൈവം എന്നെ അംഗീകരിക്കുന്നുണ്ടോ? ആൾക്കാരെല്ലാം ഉപേക്ഷിക്കട്ടെ. ഇഫ് ദാറ്റ് ഈസ് ദെയർ ഇൻ യുവർ ലൈഫ്, ഐ ടെൽ യു, നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ പലപ്പോഴും മനുഷ്യൻ്റെ അംഗീകാരത്തിനായി അവിടെ മുൻപിലൊക്കെ നിൽക്കും, അവരെ പുകഴ്ത്തും. ഞാൻ എത്രയോ പേരെ കാണാറുണ്ട്, ചുമ്മാ അതിങ്ങനെ പുകഴ്ത്തി വിടും ആൾക്കാരെ. എന്തിനു വേണ്ടിയാ? മെൻ പ്ലീസസ്. മനുഷ്യനെ ഇങ്ങനെ പ്രസാദിപ്പിക്കുന്നതൊന്നും ദൈവവചനത്തിൽ ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മളെ ആരെയാണ് പ്രസാദിപ്പിക്കേണ്ടത്? ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുന്നവരാകണം.
മനുഷ്യനെ എൻകറേജ് ചെയ്യാം, നത്തിങ് റോങ് ഇൻ ദാറ്റ്. അപ്രിസിയേറ്റ് ചെയ്യാം, നത്തിങ് റോങ് ഇൻ ദാറ്റ്. ചിലർ അങ്ങനൊന്നുമല്ല, ചുമ്മാ അതിങ്ങനെ വെറും ഭംഗി വാക്കുകളാണ്. അത് കേട്ടിട്ടൊന്നും ആരും പൊങ്ങരുത്. കേൾക്കാൻ ഇമ്പകരമായിട്ടൊക്കെ തോന്നിയേക്കാം, വെറുതെ പറയുന്നത്. മച്ച് ബെറ്റർ ഇസ് ദാറ്റ്. ഇതൊക്കെ പണ്ട് ഡി എൽ മൂഡിയുടെ അടുത്ത് ആരോ വന്ന് പറഞ്ഞു. ഡി എൽ മൂഡി, എ മൈറ്റി ഇവാഞ്ചലിസ്റ്റ്, യു നോ, ആഫ്റ്റർ ഹിസ് പ്രീച്ചിങ് എ സിസ്റ്റർ കെയിം ടു ഹിം. Dear brother, what a mighty preaching it was. Really, you know, stupendous. D.L. മൂഡിയുടെ പ്രതികരണമാണ്, സിസ്റ്റർ, you are the second one who is telling this to me. രണ്ടാമത്തെ ആളാണ് ഇതെന്നോട് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആൾ ആരാ? D.L. മൂഡി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യത്തെ ആൾ സൈറ്റനായിരുന്നു എന്നോട് പറഞ്ഞത്. മനസ്സിലായോ? നമ്മളെ ഒത്തിരി അങ്ങ് പ്രകീർത്തിക്കുമ്പോഴേ D.L. മൂഡി വിവരമുള്ള മനുഷ്യനായതുകൊണ്ട്, വിവേചനമുള്ളവനായതുകൊണ്ട് താൻ പറഞ്ഞു, ഇത് രണ്ടാമത്തെ ആൾ. ആദ്യം പിശാച് ഇതുപോലെ എന്നോട് പലപ്പോഴും മന്ത്രിച്ചിട്ടുണ്ട്, ഭയങ്കരമാ എന്നെ ഒന്ന് പൊക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രണ്ടാമതാരാ? നീയാ ഇത് പറയുന്നു. ഇതിലൊന്നും നമ്മൾ ആരും പൊങ്ങിപ്പോകരുതേ. ഇറ്റ് ഇസ് നത്തിങ് മൈ ഡിയർ വൺസ്. നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം. ഐ ഡു അണ്ടർസ്റ്റാൻഡ് ദ ടൈം ഇസ് ഗെറ്റിംഗ് ഓവർ. ബട്ട് ദെൻ വേറെ രണ്ടുപേരെയും കൂടെ ഓടിച്ച് ഞാൻ പരാമർശിച്ച് നിർത്താം. സോളമൻ. In 1 Kings chapter 3 and verse 3 it says that Solomon loved the Lord. ഒരു വാക്കാണ്. ശലോമോൻ ദൈവത്തെ ഒത്തിരി സ്നേഹിച്ചു. പക്ഷെ രസമാണ്, മുൻപോട്ട് യാത്ര ചെയ്ത് ശലോമോൻ ദൈവത്തെ സ്നേഹിച്ചവൻ, അതുകൊണ്ട് തന്നെ ഒത്തിരി നന്മകൾ, ഉയർച്ചകൾ, അനുഗ്രഹങ്ങൾ എല്ലാം പ്രാപിച്ച ശലോമോൻ എവിടെയോ വന്നപ്പോൾ താൻ ലോകത്തെ സ്നേഹിച്ചു പോയി. ലോകത്തിൻ്റെ വഴികളിലേക്ക് താൻ പോയി. ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ എല്ലായിടത്തുമുള്ള സ്ത്രീകളെയൊക്കെ താൻ എന്തോ ചെയ്തു? വിവാഹം കഴിച്ചുകൊണ്ട് വന്നു. രാജ്യത്തോട് സന്ധി പുലർത്താൻ വേണ്ടിയാണ്. ഈവൻ ഫാറോസ് ഡോട്ടർ ഹി മാരീഡ്. എല്ലാവരെയും വിവാഹം കഴിപ്പിച്ചു. ആൻഡ് വി നോ അബൌട്ട് ദി കാൽക്കുലേഷൻ അബൌട്ട് ഇറ്റ്. എനിക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 700 ഭാര്യമാർ, 300 കോൺക്യുബൈൻസ് ഉണ്ടായിരുന്നു. 1000 പേരെ വെച്ചിരിക്കുക. ഇതെന്തിനാണെന്നറിയാമോ? ഇതൊന്നും ഇവരോടൊപ്പം പാർക്കേണ്ടതിനായിട്ടൊന്നുമല്ല. അവിടുന്ന് ഇവിടുന്ന് എല്ലാവരും കൊണ്ടുവന്നിട്ട് രാജ്യങ്ങളോട് സന്ധി പുലർത്തി തൻ്റെ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടി ഹി ഡിഡ് ദിസ്. ദിസ് ഇസ് ഓൾ ലവ് ഓഫ് ദിസ് വേൾഡ്. ആസ എന്ന് പറഞ്ഞൊരു രാജാവിനെ കുറിച്ച് ഞാൻ വായിച്ചു വന്നപ്പോഴേ തന്നെക്കുറിച്ച് പറയുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിലാണ് 16-ാമത്തെ അധ്യായം. താന് ഒരു വേളയിലെ താൻ ദൈവത്തെ ശരണപ്പെട്ടൊരു മനുഷ്യനാണ്. ആ ഒരു വാക്യം ഒന്ന് വായിക്കാം ഓടിച്ച്. ഇറ്റ് ഈസ് 2 Chronicles chapter 16 and verse 7 ഒന്ന് വായിച്ചു. And at that time Hanani the seer came to Asa king of Judah and said to him, because you have relied on the king of Syria and have not relied on the Lord your God, therefore the army of the king of Syria has escaped from your hand. നീ ആരാം രാജാവിൽ ആശ്രയിച്ചതുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിക്കാതെ ആരിൽ ആശ്രയിച്ചു? ആരാം രാജാവില്ല. ബാഷ എന്ന് പറഞ്ഞ ഇസ്രയേലിന്റെ രാജാവ് തനിക്ക് വിരോധമായി വന്നു. ആൻഡ് ഹി ഈസ് എ കിങ് ഓഫ് ജൂഡ. വിരോധമായി വന്നപ്പം അതിനെ ചെറുക്കേണ്ടതിനായിട്ട് എന്തോ ചെയ്തു? ബെൻ ഹദാദ് എന്ന് പറഞ്ഞ സിറിയൻ രാജാവിനെ താൻ കൂട്ടുപിടിച്ചു. ഇതായി സംഭവിച്ചത്. ദൈവത്തെ കൂട്ടുപിടിക്കാതെ ദൈവത്തിൽ നിന്ന് ഉദ്ധാരണം പ്രാപിച്ച മനുഷ്യനാ. ആഫ്റ്റർ ഓൾ ദിസ് എക്സ്പീരിയൻസ് താൻ ദൈവത്തിൽ ശരണപ്പെടാഞ്ഞത് കൊണ്ട് തൻ്റെ കയ്യിൽ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു ബെൻ ഹദദ് ഇതിനെ ഏൽപ്പിക്കാൻ. പക്ഷെ അതൊക്കെ താൻ ഒഴിവായി പോയെന്ന് മാത്രമല്ല, തനിക്ക് തോൽവി ഉണ്ടാകുന്നൊരു അനുഭവത്തിലേക്ക് വന്നു. ഞാൻ കുറച്ചുകൂടെ മുൻപോട്ട് വായിച്ചു വന്നപ്പം വാട്ട് ഹാഡ് ഹാപ്പൻഡ് വിത്ത് ഹിം ഇസ് ദാറ്റ് അറ്റ് ദി 39th year of his reign, 39ാമത്തെ തൻ്റെ വാഴ്ചയുടെ ആണ്ടിൽ തനിക്ക് കാലിലൊരു ദീനം പിടിച്ചു. ദീനം പിടിച്ചപ്പോഴേ താൻ ദൈവത്തിൽ ശരണപ്പെടുന്നതിന് പകരം എന്തോ ചെയ്തു? He's a royal man. He's a king of that nation. Naturally, he has got royal practitioners, medical practitioners are there with him. ഇതൊക്കെ തന്നോടൊപ്പം ഉള്ളവരാണ്, സത്യമാണ്. പക്ഷേ ആസ ശീലിച്ചു വന്ന ഒരു പശ്ചാത്തലമുണ്ട്. ദൈവത്തിലെപ്പോഴും ശരണപ്പെടും. അന്ന് താൻ ജയം കണ്ടിട്ടുണ്ട്. For his protection he would trust God. For his deliverance he would trust God. അത് ചെയ്യാതെ പോയത് കൊണ്ട് അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? Until his disease was exceeding great, yet in his disease he sought not to the Lord but to the physicians. At times God would love us to be trusting him more. I would tell it this way,
എനിക്ക് വയ്യാതെ വരുന്ന സമയത്ത്, എനിക്ക് സാമ്പത്തികമായി ക്ലേശം വരുന്ന സമയത്ത്, എനിക്ക് ഏതെങ്കിലും വിധത്തിൽ ഭീഷണി വരുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിൽ ശരണപ്പെടണം. ആദ്യം അത് ചെയ്യണം. നമ്മൾ പൊതുവെ ആദ്യം ചെയ്യുന്നത് എന്തോ, എനിക്ക് സാമ്പത്തിക ഞെരുക്കം വന്നാൽ വാട്ട് ഐ വുഡ് ബി ഡൂയിങ് ഇസ് ഐ വുഡ് ബി ട്രൈങ് ടു ലെൻഡ് സം മണി ഫ്രം സംബഡി. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? ടു ബോറോ സം മണി ഫ്രം സംബഡി. ദൈവത്തിലൊന്നും ശരണപ്പെടത്തില്ല. When we borrow money from somebody and later on he comes back and asks us, ആ പൈസ കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ നിർവാഹമില്ലാതെ വന്നാൽ നമ്മൾ എന്തോ ചെയ്യും? We would ask God, ദൈവമേ എന്നെ സഹായിക്കണേ, നാണക്കേടായി പോവാ കർത്താവേ, ഇതാദ്യമേ ചെയ്തു കൂടായിരുന്നു. We would not do that. നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്. നീ ആദ്യം ഒരു ചെറിയൊരു രോഗം വന്നു, നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ദൈവത്തിലൊക്കെ ശരണപ്പെടണം. ആ രോഗം വരുന്ന വേളയിൽ തന്നെ നമ്മൾ ആദ്യമേ ഓടിപ്പിടിച്ച് മറ്റു പല വഴികളൊക്കെ തേടിപ്പോകും. അത് വലിയ പാപമാണെന്നുള്ള അർത്ഥമൊന്നുമില്ല. ബട്ട് ദെൻ ബീയിങ് എ ചൈൽഡ് ഓഫ് ഗോഡ്, വേൾഡ്ലി വേ ആൻഡ് ഒരു സ്പിരിച്വൽ വേ, രണ്ട് വ്യത്യസ്ത വേകളെ കുറിച്ച് ഞാൻ പറയുന്നത് കൊണ്ടാണ് ഇത് പരാമർശിക്കുന്നത്. ലോകപ്രകാരമുള്ളവർ അവരെന്തോ ചെയ്യും? അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം അവർ പലയിടത്തേക്കും പോയേക്കാം. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ശേഷിയുണ്ടെങ്കിൽ പോലും നമ്മൾ ആരിൽ ശരണപ്പെടണം? ആരിൽ ശരണപ്പെടണം? ദൈവത്തിൽ ശരണപ്പെടണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ലജ്ജിപ്പിക്കുമോ? തിരുമുഖത്തേക്ക് നോക്കുന്നവരെ ദൈവം ഖണ്ഡിക്കുമോ? ഹി വുഡ് നെവർ ഡു ദാറ്റ്. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യത്തില്ല. ആസായിക്ക് പരാജയമുണ്ടായി. ഈ ദീനം തന്നെ മരണത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു. അതിന് ഹോളി സ്പിരിറ്റ് വളരെ വ്യക്തതയിൽ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അവനെന്തോ ചെയ്തതാ? ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയത് കൊണ്ടാണ്. We are not supposed to do that, my dear ones. ലോകത്തിൻ്റെ ഒരു വഴിയുണ്ട്, അത് നമ്മളെ പരിശീലിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും വ്യത്യസ്തതയുള്ള കാര്യങ്ങളാണ്. ആ വഴിയിലേക്കൊന്നും നമ്മൾ പോകരുത്. കേൾക്കാൻ ഇമ്പകരമായി തോന്നിയേക്കാം. അവരുടെ ഭയങ്കര അഡ്വൈസുകളും ബുദ്ധിപരമായിട്ടുള്ള അറിവൊക്കെ നമ്മളോട് പങ്കുവെക്കുമ്പം ഇറ്റ് ഈസ് നാച്ചുറൽ ഫോർ us to be captivated. But we are not supposed to be going that way for any of the reason. ദൈവത്തിൽ ശരണപ്പെട്ട് നമുക്കൊരു ശീലമുണ്ടാകട്ടെ. അവസാനത്തെ ഒറ്റ വാക്യം വായിച്ചിട്ട് നമുക്ക് നിർത്താം. It is 2 Timothy chapter 3 and verse 4. അവസാനത്തെ ഭാഗം. At the end times, തുടങ്ങുന്ന അങ്ങനെയാണ്. At the end times, the last days, people would be lovers of, ആ വാക്യം തന്നെ, lovers of pleasure more than lovers of God. വേൾഡ്ലി വേ ആണ്. പ്ലഷേഴ്സിന് വേണ്ടി ഭയങ്കര താല്പര്യമാണ്. അത് സീക്ക് ചെയ്യുന്നവരാ മെനി ഓഫ് ദം. അത് മലയാളത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലാണ് കൊടുത്തിരിക്കുന്നത്. 5-ാമത്തെ വാക്യം കൊണ്ടൊന്ന് കാണിച്ച്. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി. നോക്കിക്കോ, ദൈവത്തോട് പ്രിയമൊന്നുമില്ല. അവസാന കാലഘട്ടം ഇതൊക്കെ സംഭവിക്കും. പല ഭോഗങ്ങളോട് പ്രിയമുണ്ടാകും. ഭോഗമെന്ന പ്ലഷേഴ്സാണ്. ഇതെങ്ങനെങ്കിലുമൊക്കെ അത് അവിടെ പറ്റിയാൽ ഒന്ന് പോകണം, അതൊന്ന് കാണണം, നാളത്തെയുള്ള എൻ്റെ ആഗ്രഹം. ചിലവരുടെ അഭിലാഷകൾ ഞാൻ കേൾക്കാറുണ്ട്. ഒത്തിരി വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹം, എനിക്ക് ആ സ്ഥലത്ത് പോയി അതൊന്ന് കാണണം. ഫോർ ദി പീപ്പിൾ ഓഫ് ദിസ് വേൾഡ് ഇറ്റ് മൈറ്റ് ബി ഫൈൻ, ബട്ട് ഫോർ us നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ആഗ്രഹം എന്താ ശരിക്കും? എനിക്കെൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം വേണം, കർത്താവിനോടൊപ്പം എനിക്കിരിക്കണം, നാഥനെ കൂടാതെ എനിക്ക് കഴിയത്തില്ല കർത്താവേ. ഇഫ് യു ആർ റിയലി പീപ്പിൾ ഓഫ് ഗോഡ്, നമ്മുടെ ആഗ്രഹം, ലവേഴ്സ് ഓഫ് ഗോഡ് ഒത്തിരി കുറവാണ്. ദൈവപ്രിയർ ഒത്തിരി കുറഞ്ഞിട്ട് ഭോഗപ്രിയരുടെ വർധനവുണ്ടാകുകയാണ്. പണ്ട് കാലത്തൊരു സമയം ഇങ്ങനെയായിരുന്നു. ഗൾഫിൽ നിന്നൊക്കെ അവധിക്ക് വന്നാൽ പൊതുവെ എന്തുവാ ചെയ്യുന്നത്? ഐ റിമെമ്പർ മൈ ഫാദർ വെൻ ഹി യൂസ് ടു കം ഫ്രം സൗദി അറേബ്യ. താൻ സൗദി അറേബ്യ എന്ന് വരുന്ന സമയത്ത് ഹി വാസ് എ മാർത്തോമൈറ്റ്, നോട്ട് എ ബിലീവർ, വിശ്വാസിയൊന്നുമല്ല. താൻ ചെയ്തിരുന്ന തൻ്റെ കാലത്തെ 80s ഉള്ള തൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. വി വുഡ് ഞങ്ങളെ മക്കളെല്ലാവരും കൂടെ കൊണ്ട് നമ്മുടെ വീടുകളിലെല്ലാം കൊണ്ടുപോയി, എല്ലാ വീടുകളും നമ്മുടെ കുടുംബത്തിലുള്ള വീടുകളിലൊക്കെ കൊണ്ടുപോകും. ഒരു ദിവസം വീട്ടിലൊരു പ്രേയറും കൂടെ അച്ഛനോട് പറഞ്ഞ് താൻ വീട്ടിൽ പ്രാർത്ഥന വെപ്പിക്കും. ഇപ്പോഴത്തെ കാലം വന്നപ്പം വിശ്വാസ സമൂഹമാണെങ്കിൽ അന്ന് വരുമ്പോൾ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വീട്ടിലവർ വെപ്പിക്കും. ഇപ്പോൾ വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ഓൾ ദിസ്. കാലം മാറി, അങ്ങനൊന്നും വെക്കത്തൊന്നുമില്ല. അവധിക്ക് വരുന്ന 30 ദിവസത്തിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി അവശേഷിക്കുന്ന 27 ദിവസം നമ്മുടെ കാൽക്കുലേഷൻ അങ്ങനെ പോകും. നോ വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ് ഇൻ ഓൾ ദിസ്. നോക്കിക്കോണേ, ലോകത്തിൻ്റെ തത്വങ്ങളിൽ അറിയാതെ നമ്മളും വി ആർ സ്വേയ്ഡ് ടു ഇറ്റ്. മൈ ഡിയർ വൺസ്,
നമ്മുടെ വഴികൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആകട്ടെ. ഐ എം ടെലിങ് എ വേ വെറിൻ യു കുഡ് ബി ഐസൊലേറ്റഡ്. നിങ്ങൾ ഒറ്റപ്പെട്ടേക്കാം, ആ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരാം, ഒറ്റപ്പെട്ടാലും ആര് നമ്മുടെ കൂടെ കാണും? God would be with us, which is better. ഒത്തിരി പേര് നമ്മുടെ കൂടെ നിൽക്കുന്നതാണോ, അതോ it is always better to be having God by our side. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Hallelujah. Let's thank God for strengthening His servants to share from the Word of God. Hallelujah. നമ്മൾ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. Hallelujah. As we have heard today, Hallelujah. Love not the world, neither the things that are in the world. Hallelujah. Lust of life. Hallelujah. Lust of flesh, lust of eyes, and pride of life. Hallelujah. Is not from the Father, but is of the world. Hallelujah. നമുക്ക് കർത്താവിനെ നോക്കുന്നവരായി ഹാലേലൂയ സ്വയം ഉടയുന്ന ആ ഒരു അനുഭവത്തിലേക്ക്, പ്രൈഡ് ഓഫ് ലൈഫ് ഇല്ലാതെ ആ ഒരു ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹാലേലൂയ. സോ ദാറ്റ് God will help us to overcome, hallelujah, the pride of flesh, hallelujah, the lust of flesh, the lust of eyes, and the pride of